ഏ തല നേരെ വെച്ചോ? ഇച്ചിരി താത്ത്, ഇച്ചിരി പൊക്കി, ഇച്ചിരി പൊക്കിയോ, ഇച്ചിരി പൊക്കിയോ, ഇച്ചിരി താത്ത്, ശകലോ. ആ ആ ചിരിക്കല്ലേ? നോർമൽ 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 ലുക്ക്, നോർമൽ ലുക്ക്. എന്നാ നമസ്കാരം ഫ്രണ്ട്സേ. എനിക്ക് വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ നല്ല തണുപ്പുണ്ട്. പാല് മേടിക്കാൻ പോവാ. എന്നപ്പോ എന്തൊക്കെ തട്ടിമാറി ഇതിലായിരുന്നെങ്കിൽ കുളത്തിന്റെ ഇറങ്ങി പോവായിരുന്നു. അവിടെ അടച്ചിട്ടേക്ക് അവര്. ഓയിക്കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. സ്ഥലം മാറിയോണ്ടാണെന്ന് അവന്മാർ ഉറങ്ങിയിട്ടില്ല. ആണോ? ആണോ? ഞാൻ ഉറങ്ങിയില്ലേന്നടുത്ത് നോക്കിയപ്പോ നല്ല ഉറക്കം. അമ്മമാരെ കൂടി അങ്ങനെ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നതല്ല, ഫുൾ ഓട്ടയിട്ടേക്കുവാ ഓക്സിജൻ കിട്ടാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ചെയ്താ വന്നത്. രാവിലെ തണുപ്പത്ത് ഇറങ്ങിയിട്ടല്ലോ. മുറ്റത്തിറക്കി കുത്തിപ്പറക്കി തിന്നാണ് ഇവിടെ ഈ ഫ്രണ്ടിലിട്ടത്. തണുപ്പ് പുറത്ത്, അല്ലെങ്കിൽ ഇരിക്കായിരുന്നു. ഞാൻ നോക്കത്തില്ല. മല്ലിത്തൊക്കെ പാല് പിടിക്കാൻ പോട്ടോ രാവിലെ. മിൽമേല് പൈസ എൻ്റെ ഉണ്ട്. എത്ര ആയതുണ്ടോ പാല്? അല്ല 1.5 ഉള്ളോ? എവിടെ? ഇവിടെ താഴെ മിൽമ. അത് ചോദിക്കാം. അപ്പം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ പാല് മേടിക്കാൻ വേണ്ടി പോവാം. ഞാനും കണ്ടപ്പൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ത് വൈബ്, എന്തൊരു തണുപ്പ്. പക്ഷെ വലിയ തണുപ്പില്ല കേട്ടോ. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഈ സമയത്ത് കോടയൊക്കെ ഉണ്ടാവും. പിന്നെ നടക്കാനായിട്ട് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് വേണം. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് മറ്റേ വീട്ടിലെ മങ്കിക്കാപ്പ് പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ടാണ് സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാല് മേടിക്കാനൊക്കെ പോകണം. പാല് മേടിക്കാനല്ല, കടയിലൊക്കെ ഞാൻ രാവിലെ ഈ സമയം എണീക്കും. പല്ലിയൊക്കെ ഉണ്ടടാ, വാ. ചുമ്മാ ഞാൻ പല്ലിയൊക്കെ റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഇനി അവൻ പല്ലിയൊക്കെ ഇതൊക്കെ ടൈമിങ്ങിൽ നടക്കണം. ഞാൻ രാവിലെ പല്ലൊക്കെ സെറ്റായിട്ട് ഇന്നപ്പോൾ ഇവൻ പിന്നെ ഇങ്ങനെ ഭയങ്കര ഡിലേ. അപ്പോൾ ഇങ്ങനെ ലേറ്റാവും തോറും രാവിലത്തെ ഓൾറെഡി മോർണിംഗ് ഔട്ടായി. കാരണം ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞു. മോർണിംഗ് കാണാൻ ഒരു സുഖം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് പോയിട്ട് വരാം. എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. രാച്ചിയോടെ രാവിലെ ആയിരുന്നെങ്കിൽ ഇച്ചിരി ഒരു തണുപ്പ് കിട്ടിയാണ്. ഇപ്പം ഇച്ചിരി തണുപ്പൊക്കെ മാറി. ആയി പിടിച്ചോ. കയ്യിലൊന്നുമില്ലല്ലോ, അപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഓർമ്മയില്ല. ഞാൻ ഡൽഹിയിലൊക്കെ കുടുംബ വീട്. ഇവിടെ ആൾക്കാരൊക്കെ എണീറ്റെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ദാഹിക്കാനോട് ഒരു താഴോട്ട് ഓടി. ഇവിടെ ഒരു കുത്തനെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുത്തനുള്ള വഴി നമ്മൾ താഴോട്ട് വന്നു. ഇവിടെ നമ്മൾ വണ്ടി കയറി ഇത് കേട്ടോ. ഈ കയറ്റം കയറി മേലോട്ട് പോകണം ചേച്ചിയുടെ വീട്ടിൽ. സോറി, നമ്മുടെ വീട്ടിലേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നമ്മുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണുന്നവർ വിചാരിക്കില്ല അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലിജിയുടെ വീടെന്ന് പറയുന്നത്. ഇവിടെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, സേനാപതി സർവീസ് ബാങ്ക് കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾക്ക് രാവിലെ മോഷണത്തിൻ്റെ സ്വഭാവങ്ങൾ തുടങ്ങിയിരിക്കുകയാണല്ലോ. നല്ല തണുപ്പ് തറയില്ല, എന്നാലും തണുപ്പുണ്ട് ഇല്ലേ? ഈ സമയത്തൊരു തണുപ്പുണ്ട്. ഇവിടെ കിടന്ന് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയാലോ? അയ്യോ, വണ്ടിയുടെ താക്കോൽ എടുക്കാൻ മറന്നുപോയി. വണ്ടി കയറണമായിരുന്നു. നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കും കേട്ടോ. മേളിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കും. അരുകുളം അത് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഇതാണ് ലിജിയുടെ അവിടെ മാങ്ങാത്തൊട്ടി സിറ്റി. ഇവിടെ എല്ലാം ചെറിയ ജംഗ്ഷൻസിനെല്ലാം സിറ്റി എന്നാണ് ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേ സിറ്റികളുണ്ട്. കടുക്ക സിറ്റി, മാങ്ങാത്തൊട്ടി സിറ്റി, കുരുവിള സിറ്റി, അങ്ങനെ കുറേ സിറ്റി. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അതാണ് സെൻറ്റ് ജോൺ CSI ചർച്ച് മാങ്ങാത്തൊട്ടി.
1956 എസ്റ്റാബ്ലിഷ്. അപ്പോൾ ഈ പള്ളി ഇവിടെ ഉണ്ട്. ഈ പള്ളിയുടെ എൻ്റെ ഭാഗത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വീടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള സംഗതികൾ എന്ന് വെച്ചാൽ ഇവിടെ റേഷൻ കടയുണ്ട്. നമ്മുടെ നിജിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇറച്ചിക്കോഴി കടയുണ്ട്, അവിടെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, ഇവിടെ റേഷൻ കടയുണ്ട്, ഇവിടെ ഒരു എൻജിനീയറിംഗ് മാസ്റ്റർ ചെയ്യുന്ന സംഭവം. പിന്നെ ഇവിടെ ഒരു കപ്പേള, കുരിശടി എന്നാണ് നമ്മളവിടെ പറയുന്നത്. എറണാകുളം ഭാഗത്ത് തൃശ്ശൂർ അങ്ങോട്ടൊക്കെ പറയുമ്പോൾ കപ്പേള എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി സിറ്റിയിലേക്ക് വന്നാൽ സുന്ദരമായിട്ടുള്ള റോഡാട്ടോ. നമ്മൾ ഇന്നലെ വന്ന റോഡ് തന്നെ നമുക്ക് പോകേണ്ടത് ആ സൈഡിലേക്കാണ്, കാരണം മിൽമയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ സൈഡിലേക്കാണ് പോകേണ്ടത് കേട്ടോ. എന്നാലും നമുക്ക് ഇങ്ങോട്ട് പോകാം. വാടാ. അപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇത് തൊടുപുഴ മൂലമറ്റ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. അപ്പം മൂലമറ്റ വെച്ചാൽ തൊടുപുഴ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഓ, കണ്ടക്ടർ രാവിലെ കലിപ്പിലാണ് കേട്ടോ. ഇതൊക്കെ പറയണ്ട്. നമ്മളിന്നലെ ആക്ച്വലി സംഭവം വിൽമ അങ്ങോട്ടല്ലേ? ഓക്കെ. അപ്പോൾ അതേ ഈ കാണുന്ന വഴി ഇവിടെ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിക്കാൻ വിൽമയിൽ പോകണം കേട്ടോ. ഇവിടെ മൊത്തം ഇവിടെ ആരൊക്കെ സ്ഥാനാർത്ഥികൾ നോക്കട്ടെ. ഇവിടെ മറ്റേ BJPൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ് ജോർജ് കേട്ടോ. ഇവരെല്ലാവരും അഡ്വക്കേറ്റ്സാണ് കേട്ടോ, ഈ 3 സ്ഥാനാർത്ഥികളും. പിന്നെ ഇവിടെ വന്ന വേറൊരു സംഭവം വെച്ചാൽ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറയുന്നില്ലായിരുന്നു കേട്ടോ, മിക്ക പോസ്റ്ററുകളും ബാനറുകളും എല്ലാം ഏകദേശം തമിഴിലാണ് ചേട്ടാ. അല്ലേ? നമുക്ക് അവിടെ കയറി ചായ അടിച്ചിട്ട് പോയാലോ? അവിടെ കയറി ആ ഭാഗത്ത് കയറി. അപ്പം റോഡിൻ്റെ വീതിയൊക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ? എൻ്റെ പൊന്നെ അടിപൊളി വീഡിയോ സംഭവം. കിടിലൻ റോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നതിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എന്തറിയോ, ഈ തീരദേശം എന്ന് വെച്ചാൽ മലയോര റോഡുകളെല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത റോഡുകൾ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് തരാൻ പറ്റും. നമ്മൾ ഇന്നലെ വന്നത് കുട്ടിക്കാനം വഴിയാണ് കേട്ടോ. കുട്ടിക്കാനം ഏകദേശം കഴിഞ്ഞ് ചപ്പാത്ത് ആ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല. ആ ഭാഗത്ത് ഇച്ചിരി ഒരു 4-5 കിലോമീറ്ററിൽ ചെറിയ പ്രശ്നങ്ങളുള്ള ഒഴിച്ചാൽ ബാക്കിയെല്ലാം കിടില റോഡുകളാണ് ഞങ്ങൾ ഇന്നലെ വന്നത് അല്ലേ. പിന്നെ നമ്മുടെ കുറേ മിസ്റ്റേക്കുകളുണ്ട്, നമ്മൾ കുറേ വഴി തെറ്റിപ്പോയി, ഇതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വഴി എങ്ങോട്ടുള്ളതാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ മിൽമ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു മിൽമയുടെ പാത്രം ഇരിക്കുന്നു, പാലുകൊണ്ടൊരു പാത്രം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞങ്ങൾ അല്ലേ ഇതിനൊരു പാത്രം ചേട്ടാ പാത്രത്തിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു. അപ്പോൾ ഇവിടെ മിൽമ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്ക് കേട്ടോ, തുറന്നില്ല. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ, രാവിലെ അല്ലേ. തണുപ്പ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അത്രത്തോളം തണുപ്പില്ല, പക്ഷെ എന്നാലും തണുപ്പാണല്ലേ. തണുപ്പാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള തണുപ്പും കാര്യങ്ങളും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ആയിരിക്കണം, ഇവിടെ കേട്ടോ മിൽമ. ഇവിടെ 7 മണിക്കോ ഇപ്പം തന്നെ വരുമോ? അപ്പോഴത്തെ കണ്ണപ്പൻ എന്താ വെച്ചാൽ പാല് മേടിക്കാനുള്ള പാത്രം അവിടെ കൊണ്ടുവച്ചേട്ടാ. അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ആദ്യം വന്നവർക്ക് കണ്ണപ്പൻ ആ ചേട്ടനാണ് കുപ്പി ആദ്യം കൊണ്ട് അവിടെ വെച്ചേട്ടാ. കണ്ണപ്പൻ ഇവിടെ ചെന്നിട്ട് ആ കുപ്പിയുടെ ഫ്രണ്ടിൽ കയറ്റി പാത്രം വെച്ചിട്ട് വരുന്നു. നീ ബാക്കിലാന്നിട്ട് വെച്ചാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഊഹിക്കുന്ന പോലെ. നമ്മൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതെണ്ടാണ് അപ്പം ഈ സാധനം പോയി കണ്ടു, ഈ കേബിള് അടി കണ്ട് ഈ മേളിൽ കൂടെ പോയ സാധനം എന്ത് സംഭവം അറിയാം? ആ വീടിൻ്റെ അടുത്തോട്ട് പോയേക്കുന്നുണ്ട് ആ കേബിള്. എന്താ അറിയാം? വെള്ളം പോണേ പൈപ്പിലൂടെ, മേളിൽ നിന്ന് വെള്ളം വരുന്നേ. മേളിൽ നിന്നാണ് ഇങ്ങനെ ആണാണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മരത്തിന് കൊണ്ടേക്കൂടെ കൂടെ ക്രോസ് ചെയ്തത് ഇങ്ങനെ തോട്ടത്തിലേക്ക് പോയി. ഇതൊക്കെ ഏലമാണ് കേട്ടോ. ഏല ചെടി കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ഏലം. നമ്മളങ്ങോട്ട് പോയി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, എൻ്റെ മൂഡ് കാണിച്ചു തരാം കേട്ടോ. ഏലത്തിൻ്റെ ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ ഈ നിൽക്കുന്നതൊക്കെ ഏലമാണ് കേട്ടോ, ഏലച്ചെടി. എവിടെ വേണ്ട ഇവിടെ ഉണ്ടല്ലോ.
രണ്ട് ഇത് ഏലത്തിൻ്റെ പൂവാണ് കേട്ടോ. ഇത് ഏലത്തിൻ്റെ പൂവ് കേട്ടോ. ആൾക്കാരെ കണ്ടാൽ ചിലപ്പോൾ ഓടിക്കുമായിരിക്കും നമ്മളെ. ഇതാണ് ഏലത്തിൻ്റെ പൂവ്. ഈ മൂട്ടിലാണ് കേട്ടോ ഏലത്തിൻ്റെ ചെടിയുടെ, ഈ കാണുന്ന ഏലത്തിൻ്റെ ചെടിയുടെ ഈ മൂട്ടിലാണ് ഏലം കിളിക്കുന്നത്. ഇവിടെ നിന്നാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഏതാണ് നല്ലത് ചീത്തത് അതൊക്കെ കൃത്യമായിട്ട് അവർ സ്ഥിരമായിട്ട് അത് പറിക്കുന്നതല്ലേ, കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതിപ്പോൾ പൂത്ത് വരുന്നതേ ഉള്ളൂ. ഇനിയാണ് കാ പിടിക്കുന്നതെന്ന് തോന്നുന്നത്. ഇതിനകത്ത് ഇലയില്ലല്ലോ. ഇല്ല, നീ ചെയ്തിട്ടാണോ? ഏലക്ക നീ കഴിച്ചിട്ടുള്ളൂ ഇതുവരെ ഇതില്ലേ? അറിയത്തില്ലല്ലേ? നോക്കാം, നമുക്ക് ഈ മൂട്ടിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഏലത്തിൻ്റെ മൂട്ടിൽ ഇല്ലടാ, എല്ലാം പൂത്ത് വരുന്നേ ഉള്ളൂ. അത് കൊള്ളാമല്ലേ? അപ്പോൾ നല്ല സംഭവമായിട്ട് ഇത്രയും വലിയൊരു ചെടിയുടെ മൂട്ടിലാണ് അതിൻ്റെ കാ പിടിക്കുന്നത്. അതിങ്ങനെ അത് പ്രത്യേകത ഉണ്ടല്ലേ? കൊള്ളാം, എന്ത് വിലയുള്ള സാധനമല്ലേ. ഇപ്പോൾ ഏലത്തിനൊക്കെ ഈ ഉണക്ക് ബാധിച്ച കാരണം ഏലത്തിൻ്റെ ലഭ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഏലത്തിന് വില കൂടാൻ സാധ്യതയുള്ള സമയം. പക്ഷേ കൂടുന്നുണ്ടെങ്കിൽ കാര്യമില്ല, ഇവിടെ ഉള്ളവരാരും കൈ ഏലം ഉണ്ടാവില്ല. പിന്നെ ഏലമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നവരുണ്ടാവല്ലേ, പഴയ കൃഷികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ ചിലപ്പം ഏലം ഉണ്ടാവുമായിരിക്കും. ഇവിടെ രണ്ട് വീടൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ താമസമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോപ്പറേറ്റീവ് ബാങ്ക്, സേനാപതി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ നേരിലാണ് നമ്മൾ ഇത്. നേരത്തെ ഇവിടെ എങ്ങാണ്ടൊരു വഴി ഉണ്ടായിരുന്നു താഴെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. ആ വഴി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുളത്തിൻ്റെ അടുത്തൂടെ ഒക്കെ ഇറങ്ങിപ്പോകാൻ പറ്റും. ചേട്ടാ ഈ വഴി അങ്ങ് അപ്പുറത്തെ റോട്ടിൽ കയറുമോ? അവിടെ കയറുമോ? കയറുമോ? എടാ ആ റോഡ് ഇത് കയറുമെന്ന്. നമുക്കന്ന് അതുവഴി പോയാലോ? ആരും മേടിച്ച് എന്നാൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അവിടെ ആൾക്കാരൊക്കെ പാല് മേടിക്കാനായിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പറഞ്ഞില്ല, നമുക്ക് ഇവിടെ നിൽക്കാം. എന്നിട്ട് പാല് മേടിച്ചിട്ട് നമുക്ക് ഈ താഴെ കൂടെ ഇറങ്ങിപ്പോവാം. ആ ചേട്ടൻ ഇറങ്ങി വന്ന വഴി കൂടെ കേട്ടോ. അപ്പം നമ്മുടെ മിൽമയുടെ ജോലിക്കാരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. ഇനി ഒരു പാലൊക്കെ ഒഴിച്ച് അത് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെയ്ത് കണക്കൊക്കെ എഴുതി അതിന് ശേഷമാണ് നമുക്കൊക്കെ പാല് വിതരണം ചെയ്യുന്നത് തോന്നുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ആ കാണുന്ന പാത്രം കണ്ടാ, ആ ചുവപ്പ് പാത്രം കണ്ടോ? പണ്ടൊക്കെ പാത്രം പാലിൻ്റെ അലൂമിനിയം പാത്രമല്ലേ? ഇപ്പോൾ പാത്രത്തിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം സംഭവം. അപ്പോഴത്തേക്ക് കണ്ടപ്പം പാലൊക്കെ വാങ്ങി കേട്ടോ. പാലൊക്കെ വാങ്ങിച്ച് ഇനി എന്തായാലും നമ്മൾ ആ വഴിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ പോകണില്ല, ചായ കുടിക്കണ്ടേ? ചായ കുടിച്ചിട്ട് പോയേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ച് നമ്മൾ വന്ന വഴിയിലേക്ക് ആക്കി കേട്ടോ. അല്ല അവിടെ പോയി പാല് കുടിച്ചിട്ട് നമ്മൾ ഇതുവഴി തിരിച്ചു വന്നിട്ട് ചായ കുടിച്ചിട്ട് ആ സൈഡിൽ തിരിച്ചു വന്നാലോ? വേണ്ട, എന്തിനാവശ്യമില്ല രാവിലെ നടക്കുന്നില്ലേ? രാവിലെ പാലുമായിട്ട് കിട്ടിച്ചല്ലോ, അവർ ചായ ഇട്ട് കുടിക്കട്ടെ. ഓക്കെ, നീ കുറച്ച് തിരിച്ച് നടന്നേക്കാം. ഇതേ വീട് കണ്ട, പഴയൊരു വീട്, രസമുണ്ടല്ലേ കാണാൻ. ചക്ക നിൽക്കുന്നു കൂടെ, ചക്ക ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ഇവിടെ. എപ്പോഴും നശിച്ചിട്ടുണ്ടാവില്ലേ? വെള്ളത്തിനടി പോകാൻ എപ്പോഴേ ഈ വീട് ഇവിടെ ആയിട്ട് കിടക്കുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ അക്ഷയ സെൻറ്റർ താണ്ടേ, പൊതുസേവന കേന്ദ്രം, ഡിജിറ്റൽ സേവ. കൊള്ളാം, ഭയങ്കര ക്ലീൻ ഉണ്ടല്ലേ. പിടിയാ ബാടിയാ നമുക്ക് കണ്ണപ്പന് ചായ കുടിക്കാന്നൊരു ഇത്. ചായ ആയോ? 2 ചായ. അടിപൊളി. രാവിലെ നല്ല വൈബാണ് കേട്ടോ. ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നല്ല വൈബില്ല. ഇരിക്കും. നമ്മൾ ചായ കുടിച്ചിട്ട് കേട്ടോ. ചായ കുടിക്കാനുള്ള പാലും പഞ്ചസാര നമ്മുടെ കയ്യിലിരിക്കുക. അവിടേക്ക് ചായ കുടിക്കണമെങ്കിൽ നമ്മൾ എന്നാലേ ചായ കുടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ചേട്ടൻ രാവിലെ അകത്ത് പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാലമായി രാവിലെ കടയിൽ പോയി ചായ കുടിച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പം അങ്ങനെ നമ്മൾ വീട്ടിലാണെങ്കിൽ രാവിലെ എന്താ ചെയ്യാം, രാവിലെ എണീറ്റ് രാവിലെ ലിജിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചായ കുടിച്ച് കാപ്പി കുടിച്ച് ഇവിടെ വന്നപ്പം ഇവിടെ വേറൊരു വൈബ് കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ. തണുപ്പും ഒരു രാവിലെ നാട്ടിലെ ഒരു കാലാവസ്ഥ. പിന്നെ രാവിലെ ഒരു ചായ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം ടീ ടേസ്റ്റല്ലേ മൂത്താളുടെ ഭർത്താവ്. ആ ശരി, ആളെയാണ്. സുഖമായിട്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്ന്. നടക്കാറായില്ല, എഴുന്നേറ്റൊക്കെ നിൽക്കും.
അപ്പോൾ ഞങ്ങൾ രാവിലെ പാല് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആരെ? ആ അതെ, ഇപ്പം 4 വർഷം, 2020. 3 വർഷമായി. ആ പഠിച്ചതല്ലേ. മോളുടെ പേരെന്താ? രാജി. ആ വിളിച്ചിട്ട്, ആ രാജി. ഈ ആ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതൊന്നുമില്ല, എല്ലാം അറിയാം. ഓർമ്മ കുറവൊന്നുമില്ല. ആ പറയാം. രാജമ്മ ചേച്ചി അന്വേഷിച്ചെന്ന് പറയാം. ആ ശരി. ഇല്ലേ, തനി എണീറ്റ് നിൽക്കും. ഭിത്തിയിലൊക്കെ പിടിച്ച് ജനലെ പിടിച്ച് നിൽക്കും. അമ്മായി കുഴപ്പമില്ല. ഞാൻ പൊതുവെ അങ്ങനെ ചായ കുടിക്കാത്തതാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ ഞാൻ ചായ കുടിക്കാറില്ല. കട്ടൻ കാപ്പി മാത്രമേ കുടിക്കാറുള്ളൂ. പണ്ട് പോലുള്ള ശീലം. പക്ഷേ രാവിലെ ചായ കുടിച്ചപ്പോഴല്ലേ അടിപൊളി ചായ, നല്ല സൂപ്പർ ചായ, അത്രേ ഉള്ളൂ. അവിടെ ആൾക്കാർ പാല് കൊണ്ടുവന്നിട്ട് വേണം ചായ കുടിക്കാനുണ്ട്. പാലും പഞ്ചസാര കയ്യിലിരിക്കാതെ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വീട്ടില്ല. അപ്പം നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് പൈസ കൊടുത്തരും. അപ്പം നമ്മളിത് ചായ കുടി കഴിക്കട്ടോ. നേരെ വീട്ടിലേക്ക് പോവാം. കോട്ടെ മാതാ വരാം. ആ പറയാം. ഇത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ. ആ ഞങ്ങൾ 2 പേര്. എനിക്ക് പെങ്ങളാ. പെങ്ങളുടെ മക്കളുണ്ട് ഇവിടെ. ഒരാളിവിടെ ഉണ്ടായിരുന്നു, ഒരാളിവിടെ 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. വാവയുടെ കൂടെ ലിജിലി അനിയത്തില്ലേ, അവരവിടെ ആയിരുന്നു. അപ്പോൾ അവർ വന്നപ്പം അവരെ കൂടിഞ്ഞ് പോരുന്നു. ആ ഇല്ല, വന്നില്ല. ഈ ഞായറാഴ്ച വരും. ശരി, പോട്ടെ. ഓക്കെ. നമുക്ക് ഉണക്കമീൻ വേണ്ടല്ലോ. പുട്ടും കടലക്കറിയാണോ? ആരും പറഞ്ഞു. എവിടെ പോനാ നീ? വിളിക്കുവോ? ആ ശരി, പോയിട്ടോ. ലിജിയുടെ മൂത്ത ആൻറ്റി ഇന്നലെ കണ്ടില്ലേ? ആലിയാൻറ്റി. ആലിയാൻ രാവിലെ പണിക്ക് പോവാ. അവരെവിടെ ഉണ്ട്? മേളില്. അതാ ഇല്ല, വീട്ടില്, താഴത്തെ വീട്ടില്. അവിടെ താമസം. അപ്പം ഒരു പണിക്ക് പോവാ രാവിലെ. ആലിയാൻറ്റി ഇപ്പോഴേ തണുപ്പുണ്ട് കേട്ടോ, അല്ലേ? വീർക്കുന്നില്ലല്ലോ ഇത്ര നടന്നിട്ട്. എവിടെ വീർക്കാനല്ലേ? തണുപ്പ് കാരണം കുറഞ്ഞു. രാവിലെ ഇറങ്ങിയാലും തണുപ്പില്ല. രാവിലെ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങും, കുറച്ചുകൂടെ നല്ല തണുപ്പും കിട്ടും. മറ്റേ കാണാനുള്ള സ്ഥലത്ത് പോയാത്ത. നാളെ നമുക്ക് പോകട്ടെ. നാളെ നമ്മൾ പ്ലെയിൻ പാറയിൽ പോകുന്ന കാര്യം പറഞ്ഞാണല്ലോ, അത് ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ എന്തായിരുന്നു? രാവിലെ എണീറ്റില്ല, അത് തന്നെ കാരണം. നാളെ പോകാൻ കരുതി. കാരണം ഇന്നലെ വണ്ടി ഓടിച്ചതിൻ്റെ ടയേർഡായിട്ട് ഉറങ്ങി. പക്ഷേ ലിജി 5 മണിക്ക് തന്നെ വിളിച്ചുണർത്തി. അത് 5 മണിക്കാണ് വന്നതാ, പിന്നെ ഉറങ്ങിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പാല് മേടിച്ചു. അതെ, എവിടെയായാലും ആ സമയമാകുമ്പോൾ എണീക്കും. അവിടെ 5 മണിയാകുമ്പോൾ എണീക്കും. ഇവിടെ എവിടെയായാലും 5 മണിക്ക് എണീക്കുള്ളൂ. എന്താ കേട്ടോ, 1 ലക്ഷം രൂപ വരെ സബ്സിഡിയോട് കൂടി കുളം നിർമ്മിച്ച് പാറ പൊട്ടിച്ചു കൊടുക്കും. അത് കൊള്ളാലോ.
കുളം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തായാലും നമുക്ക് പോട്ടെ. ഓക്കെ, നേരെ വീട്ടിലോട്ടോ. എടാ അത് ഓണ്ടാ മിൽമ. ഇവിടെ എന്താ കാണാം? അത് ഇതാണ് ആ മിൽമ നമ്മൾ പാല് മേടിക്കാൻ പോയത്. ഏതാ? ഓ, കുളത്തിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞല്ലേ? ആ വഴിയാ. ആ വഴി അങ്ങനെ ഉണ്ടോ? അതുപോലെ അപ്പുറത്ത്. ഓ, അങ്ങോട്ട് ആ ചേട്ടൻ കയറി വന്ന വഴിയില്ലേ? അതുവഴി കയറി വരാം. ആ വഴി കേട്ടാ. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകേണ്ടത് ഈ വഴിയും. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അത്രയും ഭാഗം കയറി വന്നു കേട്ടോ. ഒരു ചാമ്പയ്ക്ക കിടക്കണം കേട്ടോ. ചാമ്പയ്ക്കയുടെ കളർ നോക്കണേ. അയ്യോ, ഇതെന്തോടത്? പെമ്പിള്ളാരുടെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ പോലെ അല്ലേ? കളർ എന്തായാലും ഇങ്ങനത്തെ കളറ് നമ്മളവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ചാമ്പയ്ക്കയുടെ കളർ കണ്ടാ? ആ, പറിച്ചാലോ? സമയമുണ്ട്. ആപ്പിളിൻ്റെ കളറുള്ള ചാമ്പിക്ക കൊള്ളാം. എന്തായാലും സ്ട്രോബെറി എങ്കിൽ സ്ട്രോബെറി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അതിന് പൊറോട്ട കഴിച്ചു. പൊറോട്ടയും ബീഫും കഴിച്ചു. വയറ് നിറയെന്ന് പറയാം. ഓക്കെ, നീ എൻ്റെ അടുക്ക് അടിയുടെ ഒന്നും മേടിച്ചില്ല. പഞ്ചസാരയാണ്. എന്തേലും കടയിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിച്ചോന്ന് ചോദിച്ചേ. പഞ്ചസാര എന്ത് വേണം അതിനൊക്കെ? കുഴപ്പമില്ല. കാര്യം ഇവിടെ എടുത്തിട്ട് നമുക്ക് പോയാലോ? പൊടി ഓട്ടയുണ്ടോ? $5000 തരുമോ? 5000 അല്ലേ? നീ ഒരു കുഴപ്പമില്ല. 500 കൊടുത്താൽ വണ്ടിക്കൂലിയും കൊടുത്താലും വീട്ടിൽ വിടെ. പൈസ 1000 രൂപ ചെലവുണ്ട്. തിന്നണ്ടല്ലോ. ഭക്ഷണം ചോറ് പൊതിഞ്ഞാട്ടിക്കൊണ്ട് പോരെ. ദേവൻ അറിഞ്ഞില്ലല്ലോ ഇന്നലെ നീ പൊതിഞ്ഞാട്ടിക്കൊണ്ടത് കഴിച്ചാലും. ഇറച്ചി മിസ്സാക്കിയ ഭക്ഷണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ. കാപ്പ് കുടിക്കാൻ നേരത്ത് കാണാം ഫ്രണ്ട്സ്. നല്ല ക്ഷീണമുണ്ട്. ഇച്ചിരി നടന്നെങ്കിലും രാവിലെ ഉറക്കം വരുന്നത്. അപ്പം ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് കുറച്ച് നേരം കാണാം. ഇവിടെ എന്തൊക്കെ ഇത് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 കടിയും 4 പിച്ചും കൊടുത്തിട്ട് ഞാൻ വരാം. ഓക്കെ, ഇവിടെ രാവിലെ കൺഫ്യൂഷൻ കേട്ടോ. എല്ലും കപ്പയും കഴിക്കണോ അതോ പിടിയും കോഴിയും കഴിക്കണോ, അങ്ങനെ എന്തുണ്ടാക്കണോ എന്നുള്ള കൺഫ്യൂഷനില്ല രാവിലെ ഇവിടെ. എന്തായാലും കുഴപ്പമില്ലെന്ന് കണ്ടപ്പോൾ കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് പോരട്ടെ എന്ന് കണ്ടപ്പോൾ അവൾക്ക് പിന്നെ എന്തായാലും അത് ഉണ്ടാക്കുന്ന കണ്ടാൽ മതി. എത്ര ഒരു ചരുവുണ്ടോ തിന്നണമെന്നൊന്നുമില്ല. 1 ചരുവുണ്ടോ 2 ചരുവുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ രാവിലെ എന്താ പരിപാടി വെച്ചാൽ എനിക്കിപ്പോൾ രാവിലെ ഈ ഇത്ര തണുപ്പുള്ള സമയത്ത് എന്താ ചേട്ടാ അറിയാമോ, ഇച്ചിരി ഉണക്കമീനും മുളക് മന്തിയൊക്കെ ആയിട്ട് കൂട്ടിയൊരു ഇച്ചിരി ചോറ് പഴഞ്ചോറ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉണക്കമീൻ മേടിക്കാൻ പോയിട്ട് കട അവിടെ ഇല്ലായിരുന്നു. എന്തായാലും ഫ്രണ്ട്സ് രാവിലെ എൻ്റെ സ്വപ്നം നടക്കാൻ അറിയില്ല. ദേവന് ശ്രീകുട്ടൻ ഉണർന്നിട്ട് അവന്മാരെ ഉണക്കമീൻ മേടിക്കാൻ പറഞ്ഞു കിട്ടണം. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി ഉച്ചയ്ക്ക് രാജകുമാരി പോയിട്ട് എല്ലും കപ്പയും മേടിക്കാൻ പറഞ്ഞു. എല്ല് മേടിക്കാന്ന് പറഞ്ഞു. എല്ല് മേടിച്ചിട്ട് വന്നിട്ട് വൈകുന്നേരം എല്ലും കപ്പ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഈ തണുപ്പത്ത് നമ്മൾക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പം രാവിലെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ. രാവിലെ ഇരിക്കായിട്ട് ഞങ്ങൾക്ക് യാത്ര പോകാനുണ്ട്. യാത്ര പോകേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ല രജിസ്ട്രാർ ഓഫീസിൽ പോകാനുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഉച്ചയൊക്കെ ആകുമായിരിക്കും വരാനായിട്ട്. അപ്പോൾ അതിനുശേഷം വന്നതിന് ശേഷം ഞങ്ങൾ നിജിയുടെ അമ്മ വീട്ടിൽ പോകാനായിട്ട് ഒരു പ്ലാനുണ്ട്. കുരുവിള സിറ്റി എന്ന് പറയുന്നത്. ആ വഴിക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരു ഇടുക്കിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം എന്ന് കരുതുന്നു. എന്താ എന്തിന് അവിടെ കയറ്റി പൊട്ടിക്കൊണ്ട് ആര് പോയ കഴിക്കാനായി. എവിടെ ഗേറ്റ് പൊട്ടി? പള്ളിയിലോ? പള്ളി ഗേറ്റായോ? ചെറിയ ഗേറ്റ് കയറത്തില്ല. അവരോടല്ലേ ചോദിക്കണം. എന്താ തുറക്കത്തില്ലേ? എപ്പോഴും തുറക്കൂലേ?
ഇല്ല തുറന്നിടത്തില്ല. അവിടെ ആളില്ലാത്തോണ്ടേ പണ്ട് ഈ കുടിയന്മാരൊക്കെ കേറുവായിരുന്നേ ഇപ്പൊ രാത്രിയിലൊക്കെ. അപ്പൊ അവര് ഗേറ്റ് വെച്ച്. ആരുടെ കയ്യിലാ സംഭവം എന്താ വെച്ചാല് ചാച്ചന്റെ കല്ലറയിൽ ഇപ്പൊ പള്ളിയില്ല, പള്ളിക്ക് ഗേറ്റിന് പൂട്ടുണ്ട്. അപ്പൊ ആ പൂട്ട് തുറന്നാലേ വൈകുന്നേരം കല്ലറയിൽ പോകണം. ചാച്ചന്റെ കല്ലറയ്ക്ക് പോകണമെന്ന് ലിജിക്കുണ്ട് കേട്ടോ. അപ്പം അവിടെ പോകുന്നതിന് ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി അമ്മച്ചിയോട് പറയുകയാണ് കൈക്കാരൻ, അതായത് ചാവി കൊണ്ടു നടക്കുന്ന ആളെ വിളിച്ചിട്ട് ചാവി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ ലിജി രാവിലെ. ഇന്നത്തെ പരിപാടിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതും ഒരു പരിപാടിയാണെന്ന് ലിജി പറഞ്ഞത് കേട്ടോ. പെട്ടെന്ന് കുടിവെള്ളം വെള്ളം കുടിച്ചിട്ട് വേണം. പല്ലി വെച്ചോ? ആ പല്ലി വെച്ചിട്ട് അതെ തന്നെ. ചൊവ്വാഴ്ചയുടെ രാവിലെ പല്ലി ആക്കണല്ലേ? ഞങ്ങൾ രാവിലെ വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ലിജി. ലിജിനെ കാണാൻ വേണ്ടി അവിടുത്തെ ഒരു വ്യക്തി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അയാളെ കാണിക്കാൻ വേണ്ടി മൊബൈൽ എടുത്തേട്ടാ. പോണ്ടോ ലീവിനെ? ആ പോയിട്ടാ മിണ്ടല്ലേ? ലീച്ചേച്ചെടുത്ത് മിണ്ടല്ലേടാ? ലീച്ചേച്ചെടുത്ത് മിണ്ടതല്ലേ? ലിവിൻ ആള് വരും കേട്ടോ. ആള് നല്ല രസമാണ്. നല്ല ഈ മരം കണ്ട ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. പിന്നെ പാടി പിന്നെ കുറച്ച് കഴിയുമ്പോ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് താഴെ വീട്ടിൽ പോവാന്ന്. മൂന്നാറോ? നീ ഏതാ മൂന്നാറോ? എന്താ ലിജി രാവിലെ പോക്കിമാൻ കളിക്കാൻ പോണോ? ആ ബെസ്റ്റ് കളിക്ക്. ഇത് ആര് ശ്രീകുട്ടൻ മേടിച്ചോണ്ട് വന്നതാണോ ഇത്? കൊണ്ടുവന്നാണത്? അല്ല ശ്രീകുട്ടൻ ഇതാണൊക്കെ അമ്പലത്തിൽ ഉത്സവത്തിലൊരെണ്ണം മേടിച്ചാൽ അതാണത്? ആ ഇപ്പൊ കൊണ്ടുവന്നാണോ? ആ ദേവനെ പൂച്ച എടുത്തോണ്ട് ഒറ്റ ഓട്ടം. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പേടിച്ചിരിക്കോട്ടോ. ആ പേടിച്ചു പോയി. നമുക്കൊക്കെ ചങ്കിടിക്കുന്ന കണക്ക് പേടിച്ചു പോയി. അയ്യോ വീണ്ടും വണ്ടി പോവും. ഇതിനെ കാണാത്ത കേട്ടില്ല. വണ്ടി പോകുന്ന അറിയായിരുന്നോ? അതാണ് മിണ്ടാണ്ടിരുന്നല്ലേ? ഇപ്പൊ കണ്ട ഞാൻ കേറിയൊന്നുമില്ലാതെ തിരിച്ചിട്ടിട്ട് പോയേനെ. ആ പൂച്ച ഇനിയും വരും കേട്ടോ. ഇപ്പൊ എടുത്തോണ്ട് പോയാ നമ്മുടെ കുഞ്ഞിക്കോയിനെ. അവിടെ ആകാശില്ലായിരുന്നെങ്കിൽ ആകാശിന്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ പൂച്ച ഇപ്പൊ ചിക്കൻ തിന്നേനെ. മേടിച്ചോ ഗസ്റ്റി? ഇത് മേടിച്ചോടാ ഗസ്റ്റി? ഇത് മേടിച്ചോ? ഇതെങ്ങനെയാടി എപ്പോഴും പറഞ്ഞ നിന്റെ വരുന്നത്? തന്നാണോ? അപ്പം നമ്മുടെ കാപ്പൂടിയൊക്കെ രാവിലെ കഴിഞ്ഞ കേട്ടോ. അപ്പോൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ മുണ്ടെടുത്തേക്ക് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഡ്രസ്സെടുത്ത് വെച്ചാൽ ഒരു ചെറിയ പാളിച്ചകൾ മൊത്തത്തിൽ പറ്റിയിട്ടുണ്ട്. കാരണം എൻ്റെ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചില്ല. വളരെ ഖേദം പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ അമ്മ ഡ്രസ്സെടുത്ത് വെച്ചാൽ എൻ്റെ ഡ്രസ്സുകളൊന്നും എടുത്ത് വെച്ചില്ല. എൻ്റെ പാൻറ്റോ ആകെ എനിക്ക് ഉള്ള ഷർട്ടും പിന്നെ 2 ഷോർട്സുമാണ്. ഡ്രസ്സ് എന്നിട്ട് ഒരു വല്ലാത്ത വളിച്ച ചിരിച്ചോണ്ട് വരും ഇതള്ള. ഇവരെയൊക്കെ എന്തോ ചെയ്യണം ഞാൻ രാവിലെ ലിജിനെ റെഡിയാക്കി വൃത്തിയാക്കി രാവിലെ വണ്ടിയിൽ കയറ്റുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കണം. ഞാൻ പാൻറ്റൊക്കെ മടക്കി അവിടെ വെച്ചേക്കും. ബാഗിലോട്ട് എടുത്ത് വെച്ചോട്ട് വരാൻ പറഞ്ഞപ്പോൾ ചിരിക്കുമോ രാവിലെ എന്ന്. എനിക്കാണ് ഡാഡി കൂളായി ഞാനിപ്പോൾ ഉണ്ടോ പാൻറ്റ് ഉണ്ടാക്കി കൊടുത്ത്. അയ്യോ പിന്നെ കുഴപ്പമില്ല. പിന്നെ എന്ത് പ്രശ്നം? അപ്പോൾ ഉള്ള ഡ്രസ്സ് ഇട്ട് പോയിട്ട് വരാം കേട്ടോ. അത് നാടൻ സ്റ്റൈലാണ്.
BBC ബൈബിൾ കാഷന് ശ്രീകുട്ടൻ ദേവനും കൂടെ വെക്കേഷൻ ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട് ഇവിടെ അടുത്ത പള്ളിയിൽ. അവിടെ അവന്മാർ അങ്ങോട്ട് പോകും കേട്ടോ. കാരണം ഇവിടെ ശ്രീകുട്ടൻ്റെ ദേവൻ്റെ ഒക്കെ ഫ്രണ്ട്സ് ഇവിടെ ക്രിസ്റ്റിയും മറ്റേ അവന്മാരെല്ലാവരും കൂടെ അവിടെ പോയേക്കുക. അപ്പം ഞാനും ലിജി കൊച്ചും ലിജിയുടെ കുഞ്ഞാൻ്റിയും അങ്കിളും എല്ലാവരും കൂടെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ രജിസ്ട്രാർ ഓഫീസിൽ വരെ പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രാവിലെ ഒരു അമ്മ വണ്ടിയുടെ കീ എടുത്തില്ല കേട്ടോ. വീണ്ടും ഞാൻ മറന്നു. ശ്രീകുണ്ടെ കൊടുത്തുവിട്ടാരേ വണ്ടിയുടെ കീ. അപ്പം അവിടെ പോട്ടെ. അപ്പം നമ്മളിങ്ങോട്ട് ഇടുക്കിക്ക് വന്നതിൻ്റെ മേജർ സംഭവം അതാണല്ലോ, ഈ രജിസ്റ്റർ ഓഫീസിൽ പോകുകയാണല്ലോ. അപ്പോൾ അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് വരണം. പിന്നെ നാളെ ഒരു ദിവസം ഇവിടെ നിൽക്കും. ലിജിയുടെ അമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം. താങ്ക് യു. പോട്ടെ. ക്ലാസ്സിന് പോയിട്ടോ, വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിന് പോയിട്ടോ. അവിടെ എല്ലാവരും പോയി, കൂട്ടുകാരെല്ലാം പോയല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ പഠിപ്പിക്കുകയോ ചിത്രം വരെയോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് കേട്ടോ ബൈബിൾ ക്ലാസ്സിൽ. അപ്പോൾ അതിന് പോവാം. അപ്പോൾ ഞാനെന്തായാലും ലിജി രാവിലെ താഴോട്ട് കേട്ടോ ഒരു കുടുംബ വീട്ടിലോട്ട് പോയി. അവിടുന്ന് വണ്ടി എടുത്ത് നേരെ കയറ്റിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഈ ഇറക്കം ഇറങ്ങിയിട്ട് തിരിച്ച് കയറാൻ വയ്യാത്തതുകൊണ്ട് അപ്പം മടിച്ച് നിൽക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അടുത്ത് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ലിജിയുടെ ഒക്കെ അച്ഛൻ്റെ കുടുംബ വീട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. എൻ്റെ പാൻറ്റ് കൊണ്ടുവന്നില്ല, ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. അത് കുഴപ്പമില്ല. ലിജിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇത് അമ്മായി, അച്ഛൻ്റെ അമ്മ. ഇരിക്കമ്മായി. അമ്മായി അമ്മ അച്ചാമ്മ. നമ്മുടെ അവിടെ അച്ചാമ്മയെന്ന് പറയും. ഇവര് ലിജിയൊക്കെ അമ്മായി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇത് കുഞ്ഞാൻറ്റി. ആര് വിളിക്കുന്നത്? അച്ചാമ്മയെന്ന് വിളിക്കല്ലോ. വിളിക്കേണ്ടതെന്ന് അച്ചാമ്മ. ഇവിടെയുള്ള ആളുകൾ ഇവിടെയുള്ള ആളുകളെല്ലാം അമ്മായി എന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് ലിജി അമ്മായി എന്ന് വിളിക്കുന്നത്. അല്ലേ വിളിക്കേണ്ട അച്ചാമ്മന്നല്ലേ? പോട്ടെ. റെഡി ഇല്ലേ? ആണോ? എന്നാ പോയിട്ട്. ഉടുമ്പൻചോല ഉണ്ടല്ലോ പമ്പ്. ഉടുമ്പൻചോല ഉണ്ടല്ലേ പമ്പ്? ഉടുമ്പൻചോല പമ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് രാവിലെ രാജകുമാരിക്ക് പോയി എണ്ണ അടിച്ചിട്ട് വരാം. എണ്ണ അവിടെ ഉണ്ടോ പമ്പ്? ആണോ? എന്നാൽ പോയിട്ട്. അപ്പോൾ ഞങ്ങളത് ലിജിയുടെ വണ്ടിയിൽ കയറ്റി കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുക. എല്ലാവരും യാത്രയൊക്കെ വന്ന കേട്ടോ. ഉച്ചയ്ക്ക് വരാൻ പറ്റുമായിരിക്കില്ലേ? അപ്പോൾ അങ്കിള് തോടുന്ന് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. ആൻറ്റി എത്തിയിട്ടുണ്ട്, നമുക്ക് പോയേക്കാം. എടുത്തോ? ഓക്കെ, ശരി. അപ്പം നമുക്ക് പോയേക്കാട്ടോ. ഇല്ല, അവർ അവിടെ അല്ല പള്ളിയിൽ പോയി. പാലി തല നേരെ വെച്ചോ. ഇച്ചിരി താത്ത്, ഇച്ചിരി പൊക്കിയോ. ഇച്ചിരി താത്ത്, ശകലോ. ചിരിക്കല്ലേ? നോർമൽ ലുക്ക്. എന്നെ നോക്കിയോ? ഇവിടെ നോക്കിയോ? ഓക്കെ. വേണ്ട, ഒന്നും വേണ്ട. ഫോട്ടോയുടെ ആവശ്യമുണ്ട്. ഫോട്ടോ വീട്ടിലായിപ്പോയി. പക്ഷെ പഴയ ഫോട്ടോ ആയിരുന്നു. ഇപ്പൊ പുതിയ ഫോട്ടോ. അതെ. അത് കുഴപ്പമില്ല. അത് പറഞ്ഞില്ലല്ലോ വിളി ഫോട്ടോയുടെ കാര്യം. ആണോ? ഫോട്ടോ എന്റെ പേജിലുണ്ടായിരുന്നു. പറഞ്ഞില്ലല്ലേ? മറന്നു പോയി കാണും. ഫോട്ടോ എടുത്ത് ഇനി ആയിരിച്ചിരുത്താം. ഓക്കെ. അപ്പോൾ നമ്മളുള്ള മാങ്ങത്തൊട്ട് സിറ്റിയിലാട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയോടെ കിടപ്പുണ്ട്. ഫോട്ടോയുടെ കിട്ടാനുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ തരും ചേട്ടാ. അങ്ങനെ ഇവിടെ വന്നാ. അപ്പോൾ ഒരു സംഭവം കണ്ടോ? ഇത് ഉണക്കച്ചീനയാണോ കേട്ടോ? ഉണക്കച്ചീനയല്ലേ? അനച്ചക്കപ്പ. എന്തോ അല്ല, എത്ര ഇത്? 1 കിലോ? ഉപ്പിട്ടില്ലാലും കുഴപ്പമില്ല, പഞ്ചസാരയിട്ടില്ല. എന്തോ 1 കിലോ ആണോ അത്? 1 കിലോ. എന്തോ അല്ലേ ഇത്? 100 രൂപ അല്ലേ? കൊള്ളാം. എന്തായാലും ഭയങ്കര ദാഹം. രാവിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോയേക്കാം.
വെള്ളം കൂടിയായി കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് സമയം എടുക്കും ഫോട്ടോ കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ മണ്ണൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. ഇതുണ്ടോ, നല്ല ചോക്ലേറ്റ് കളറിലുള്ള മണ്ണാണ്. ഒരു പ്രത്യേക രസമാണ് മണ്ണൊക്കെ കാണാനായിട്ട്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇടുക്കി യാത്രയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ രജിസ്ട്രാർ ഓഫീസിൽ പോകുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അതായത് മുണ്ടിയരുമ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസാണ്. ആ ഓഫീസിൽ പോയ എന്തിനാന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി എഴുതി കൈമാറുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ലിജി അത്യാവശ്യമായിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലിജിയായിട്ട് വന്ന് ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യമൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പം പോയ വഴികളൊക്കെ അതിസുന്ദരമായ വഴികളും കാര്യങ്ങളും കാട്ടുവഴികളൊക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ എന്തായാലും പോയ കാര്യം കൃത്യമായിട്ട് നടന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ രജിസ്ട്രാർ ഓഫീസിലെ മാഡവും നമ്മളെ അറിയുന്ന നമ്മളെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഈ ഫാമിലിയിലുള്ള ആളായിരുന്നു. വളരെ സന്തോഷം കണ്ടതിന് ശേഷം ഞങ്ങളെല്ലാം ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആ മാഡത്തിനെ പരിചയപ്പെട്ടത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്ന് മനസ്സിലായത് കേട്ടോ. മാഡത്തിന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ലിജിനെ കണ്ടപ്പം. പിന്നീട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിന്നപ്പോൾ മാഡം അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത് മാഡം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. യാദൃശ്യമായി പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ. ഇടുക്കിയിൽ വന്ന യാത്രയിൽ ഈ ഓഫീസിലെത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നമ്മളെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. എന്തായാലും അത് നടന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടതിലൊക്കെ വളരെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.